ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പം എന്നാൽ പിന്നെ ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു റിസോർട്ടാണ്. ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അപ്പം ഇനി ഓണൊക്കെയല്ലേ വരുന്ന, ഒരുപാട് പേർക്ക് ഇതുപോലെ ട്രിപ്പ് പോകാനും അങ്ങനെ കാഴ്ചകൾ ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു കാര്യമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു മാലിദ്വീപ് പോലെയുള്ള ഒരു റിസോർട്ടാണ്. ഇങ്ങനെ വാട്ടർ കോട്ടേജസ് ഉണ്ട്. ഇനി ഇത് വേണ്ടാത്തവർക്ക് സാധാരണ റൂമും അതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെന്ന് കയറുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ വലിയൊരു ഉരുളിയിൽ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് മാർഗം പറ്റില്ല കേട്ടോ. നമ്മുടെ കാറ് ഇവരുടെ തന്നെ ബോട്ട് ജെട്ടിയിൽ നിർത്തിയിട്ടിട്ട് അവിടുന്ന് ഇവരുടെ തന്നെ ബോട്ടിൽ വേണം നമ്മൾ ഈ റിസോർട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നത് ദാ ഈ ശംഖുമാലയും അതുപോലെ തന്നെ വെൽക്കം ജ്യൂസും ഒക്കെ തന്നിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ഇവിടുത്തെ സ്റ്റാഫ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്റ്റാഫായിരുന്നു. ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതും അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസും ഒക്കെ അടിപൊളിയാണ്. ചെക്ക് ഇൻ ചെയ്യേണ്ട സമയത്തിനേക്കാളും നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം റിസപ്ഷൻ ഏരിയയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. അവർ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ആ റിസപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളും ഒക്കെ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. ഓരോ ദിവസവും അവിടെ ഓരോ സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിള്ളേരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ പൂള് കണ്ടോട് കൂടിയിട്ട് അവർ ഭയങ്കര ഓണായിട്ടോ. എത്രയും പെട്ടെന്ന് പൂളിലേക്ക് ഇറങ്ങാന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ റൂമിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ സന്തോഷത്തിൻ്റെ കൂടെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കേക്കും കൂടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂം നല്ല കിടിലൻ റൂമായിരുന്നു. പക്ഷെ ഇത്തിരി പഴയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫർണിച്ചറൊക്കെ ഇത്തിരി പഴയതായിരുന്നു, പക്ഷെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നേ. പിള്ളേര് റൂമിലെത്തിയ ഉടനെ നേരെ ചെന്നത് ബാൽക്കണിയിലോട്ടാണ് കേട്ടോ. ഒരു ചെറിയ ബാൽക്കണി ആയിരുന്നു, പക്ഷെ നല്ല കാറ്റായിരുന്നു കേട്ടോ. അവിടെ ബീച്ചും അതുപോലെ തന്നെ കായലും ഒക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഴക്കാരൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ആ കുഞ്ഞ് കേക്കങ്ങ് മുറിച്ചു. ഇന്നൊക്കെ 5 വയസ്സ് തികയാണ് കേട്ടോ ഇവൾക്ക്. ഇവളുടെ കൂടെ ഞാൻ എന്തിനാ കേക്ക് മുറിക്കുന്നതെന്നല്ലേ, എൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ. ഓരോ ദിവസം ഡിഫറൻസിലാണ് ഞങ്ങളുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പം എനിക്കൊരു വയസ്സ് കൂടിക്കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം അവൾക്കും ഒരു വയസ്സ് കൂടും കേട്ടോ. പിന്നെ കുറേ നേരം ആ കാറ്റും കൊണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് അപ്പോഴേക്കും പിള്ളേർ തിരക്കൂട്ടി തുടങ്ങി കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് സ്വിമ്മിംഗ് പൂളിലോട്ട് പോവുകയാണ്. പിന്നൊരു യുദ്ധമായിരുന്നു കേട്ടോ. അവിടെ സ്വിമ്മിംഗ് പൂളിൽ തകർത്തു മറിച്ചു എന്ന് വേണം പറയാൻ. അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 4 മണിയായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചായ അവിടെ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ചായയും അതിൻ്റെ കൂടെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു സ്നാക്സും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. ഇത് അവിടുത്തെ ചെറിയൊരു ജ്യൂസ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ജ്യൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി കുടിക്കാം. അപ്പം നമ്മളതൊന്നും കുടിച്ചില്ല. നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗവും കാണാൻ അത്രയും ഭംഗിയാണ് കേട്ടോ. ഇത് പൂവാറിൽ തന്നെ കുറച്ച് പഴയ പ്രോപ്പർട്ടി ആണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ ഗൂഗിൾ റിവ്യൂസ് നോക്കിയപ്പോഴും അത്യാവശ്യം ഒരു മിക്സഡ് റിവ്യൂ ആണ് ഞാൻ കണ്ടത്. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കിയതിൻ്റെ ഇതിൽ പറയാണ് കേട്ടോ, അടിപൊളി പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇവർ നോക്കുന്നത്. അതുപോലെ തന്നെ പിള്ളേർക്കും അതേപോലെ വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യ സ്ഥലം ഇവിടെയുണ്ട്. നമുക്ക് ഒരു തരത്തിലും ഒരു നഷ്ടബോധം തോന്നില്ല കേട്ടോ. കൊടുക്കുന്ന പൈസയ്ക്കുള്ളത് ഇവിടെ തരുന്നുണ്ട് ഇവർ. ഈവനിങ് ആയിട്ടും നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നിറച്ച ആൾക്കാരാണ് കേട്ടോ. ഇവിടെ സ്റ്റേ മാത്രമല്ല ഡേ പാക്കേജസും എടുക്കുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഫുഡ് കണ്ട വീഡിയോ എടുക്കാൻ മറക്കുന്നു പറഞ്ഞ പോലെ ഞാൻ ചായ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ നമ്മളിതാ പിള്ളേരുടെ പ്ലേ ഏരിയയിലോട്ടാണ് പോയത്. ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ്. ഇങ്ങനെ വലിയൊരു ചെസ് ഏരിയ ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു കിഡ്സ് പാർക്ക് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഊഞ്ഞാലും സ്ലൈഡും സീസോം റോക്ക് ക്ലൈംബിങ്ങിൻ്റെ സെക്ഷനും അതുപോലെ പലതരത്തിലുണ്ട് കേട്ടോ. ഇത് കൂടാതെ തന്നെ പെയ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട്. അങ്ങനെ പിള്ളേരുടെ കളികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വാട്ടർ കോട്ടേജസ് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ സ്റ്റേ ചെയ്യുന്നെങ്കിലും ഇത് നമുക്ക് കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നമുക്ക് അവിടേക്ക് ഇറങ്ങി പോവാം കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കുറേ നേരം അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നടന്നേ. ആ വാട്ടർ കോട്ടേജസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഒരു കുഞ്ഞ് ബ്രിഡ്ജ് വഴിയാണ്.
അതിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചെറിയതായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ഒരു കുഞ്ഞ് ഷേക്കിങ് ഉണ്ടായിരിക്കും. കാരണം ഇത് വെള്ളത്തിലല്ലേ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഒരുമാതിരി എല്ലാ വാട്ടർ കോട്ടേജസും തന്നെ ഫുള്ളായിരുന്നു. അതിലെല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ ഇവരുടെ ബോട്ടിൽ നമ്മൾ തന്നെ ബീച്ച് സൈഡിൽ കൊണ്ടാക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സർവീസ് ഉണ്ട്. അതിന് കറക്റ്റ് ടൈമിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അതിനൊന്നും പോയില്ല. നമ്മൾ പിന്നീട് അവിടെ റിലാക്സിങ് ഏരിയയ്ക്ക് പോയി. അവിടെ ഒരുപാട് ഇതുപോലെ ചെയേഴ്സും ഭക്ഷണം കഴിക്കാനുള്ള സെക്ഷനും പിന്നെ കുറേ ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് പൂവാർ ലേക്കിനോട് ചേർന്നിട്ടാണെങ്കിലും നമുക്ക് ബീച്ച് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബോട്ടിൽ നമുക്ക് ആ ബീച്ച് സൈഡിലേക്ക് പോവാം. രാത്രിയായിട്ട് ഒരുപാട് പേര് ആ ബീച്ച് സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയായപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടു കേട്ടോ. ലൈറ്റ് ഇട്ടപ്പോൾ ഈ പ്രോപ്പർട്ടി കാണാൻ ഒന്നും കൂടി ഭംഗി കൂടിയതായിട്ട് തോന്നി കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് വണ്ടികളാണ് ഉള്ളത്. ഇലക്ട്രിക് ഓട്ടോയും അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് എന്ത് കൊണ്ടുവരണമെങ്കിലും ബോട്ടിൽ തന്നെ കൊണ്ടുവരണം. റോഡ് മാർഗം ഇങ്ങോട്ടൊരു വഴിയില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഫുള്ള് ഉണ്ടാക്കിയത് ഇതുപോലെ ബോട്ടിലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളോട് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ഇവരുടെ ജിം ഏരിയയും അതുപോലെ തന്നെ ഇൻഡോർ പ്ലേ ഏരിയ ഒക്കെ കാണാൻ വേണ്ടി പോയിട്ടോ. ഈ ഇൻഡോർ പ്ലേ ഏരിയയുടെ ഉള്ളിൽ തന്നെ പല തരത്തിലുള്ള കളികളുണ്ട് കേട്ടോ. അത് കുഞ്ഞു കുട്ടികൾക്കും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പല വെറൈറ്റി കളികളുണ്ട്. അതേപോലെ തന്നെ ബുക്സിന് വേണ്ടിയിട്ടും ഒരു ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഇതുപോലെ ഫോട്ടോ ബൂത്തുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ നേരം അവിടെ നിന്ന് തുള്ളി കളിച്ചു കേട്ടോ. പിന്നെ ഉള്ളത് റാബിറ്റ്സിന് ഫുഡ് കൊടുക്കാൻ പോയതാണ്. ഇങ്ങനൊരു റാബിറ്റ്സിന് ഒരു സെക്ഷൻ ഉണ്ട്. നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും. അവർ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചു തരും കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെട്ടു. ഒരുപാട് നേരം ഈ റാബിറ്റ്സിനെ നോക്കി അവിടെ നിന്നു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ റൂമിൽ വന്ന് ഫുഡ് അടിച്ച് നല്ല സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയതാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമയമാണ് കേട്ടോ ഇത്. ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് എപ്പോൾ ഹോട്ടലിൽ പോയാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇവിടെ നമ്മളതിനെ ഒട്ടും നിരാശയാക്കിയില്ല. അത്രയും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ ചേട്ടൻ നിന്നിട്ട് ഇതാ നല്ല അടിച്ച് ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആ ചായ വെച്ചങ്ങ് തുടങ്ങിട്ടോ. പഴങ്കഞ്ഞി മുതൽ പെപ്രോണി വരെ അവിടെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇപ്രാവശ്യം തുടങ്ങിയത് ഡെസേർട്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ പലതരം ദോശ വെറൈറ്റികൾ, ഇഡ്ഡലി, വട, കേസരി, പുട്ട്, കടല, അങ്ങനെ പലതരം സൗത്ത് ഇന്ത്യൻ ഡിഷസും പിന്നെ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള നമ്മുടെ ആലു പറാത്ത, ചന്ന മസാല, ബട്ടൂര, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പോഹയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് പോഹയൊന്നും പിടിക്കാത്തതാണ്, പക്ഷെ നല്ല ടേസ്റ്റായിട്ട് ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ പല ഹോട്ടലുകളിലും ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ ഇങ്ങനെ ജീരകമോ അല്ലെങ്കിൽ കരിയാമ്പോ ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ. മുമ്പൊരിക്കൽ ഇതുപോലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മുടെ ജീരകവെള്ളം ഉണ്ടായിരുന്നത് ടെസ്റ്റ് ട്യൂബിലായിരുന്നേ. അന്ന് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. പലതരത്തിലുള്ള സാലഡുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പഴങ്കഞ്ഞി കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ ഈ പഴങ്കഞ്ഞി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഇതങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പഴങ്കഞ്ഞി അതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളൊക്കെ ഒരു പാത്രത്തിൽ എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സോസേജ്, പെപ്രോണി, സ്ക്രാമ്പിൾഡ് എഗ്ഗ്, അങ്ങനെ എല്ലാതും ടേസ്റ്റ് ചെയ്തേ. ജ്യൂസായിട്ട് മിൽക്ക് ഷേക്കും അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒട്ടും ചേരാത്ത ഐറ്റംസ് കുറേ എണ്ണം പ്ലേറ്റിൽ നിരത്തി വെക്കുമ്പോൾ എന്താ രസമല്ലേ കാണാൻ. പിന്നെ എവിടെ പോയാലും എൻ്റെ പിള്ളേർക്ക് കോൺഫ്ലെക്സും പാലും ബ്രെഡും ജാമും മാത്രം മതി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പുറത്തേക്ക് വന്നപ്പിക്കുന്ന ഇവരുടെ പൂക്കളുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. തലേ ദിവസം വേറൊരു രീതിയിലായിരുന്നു കേട്ടോ ഇവരുടെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അത് കുറച്ച് നേരം നോക്കി നിന്നു. അതിനുശേഷം കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലത്തെ ബോട്ട് ജെട്ടി. ഇവരുടെ അടുത്തുനിന്ന് വേണം നമുക്ക് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവർക്ക് 2-3 പാർക്കിംഗ് ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കറക്റ്റായിട്ട് ഏത് പാർക്കിംഗ് ഏരിയയിലേക്കാണ് അവിടേക്ക് നമ്മളെ ബോട്ടിൽ കൊണ്ടാക്കും. അങ്ങനെ ഒരു കിഡിലൻ സ്റ്റേക്കേഷന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളത് എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ. എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് പൂവാർ ഐലൻഡ് റിസോർട്ടാണേ.